കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ കുറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തിയ സ്വർണം ഇന്നലെയും ഇന്നും താഴ്ന്നു. 2 ദിവസത്തിനിടെ 1000-ഓളം രൂപയാണ് പവന്മേൽ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ്. ആഗോള വിപണി സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഡോളർ മൂല്യം അല്പം ഇടിഞ്ഞെങ്കിലും പിന്നീട് മെച്ചപ്പെട്ടു. ഇന്ത്യൻ രൂപ കരുത്താർജിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനിൽ വിലയിടിഞ്ഞു. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 63,520 രൂപയാണ് വില. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 7,940 രൂപയായി. പവൻ സ്വർണത്തിന് 560 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാവിലെ 640 രൂപ ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് ഉച്ചയോടെ 400 രൂപ കുറഞ്ഞിരുന്നു. ഇന്നും വില ഇടിഞ്ഞതോടെ 1000-ഓളം രൂപയുടെ കുറവ് 2 ദിവസത്തിനിടെയുണ്ടായി. 18 ക്യാരറ്റ് സ്വർണത്തിനും വില കുറഞ്ഞിരിക്കുകയാണ്. ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 6,550 രൂപയായി. ഈ ക്യാരറ്റിലുള്ള സ്വർണം ഒരു പവന് 52,400 രൂപയായി. 22 ക്യാരറ്റ് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ 68,500 രൂപ വരെ ചിലവ് വന്നേക്കും. 18 ക്യാരറ്റ് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ 57,000 രൂപ വരെ ചിലവ് വരും. ഉയർന്ന പണിക്കൂലിയിലുള്ള ആഭരണങ്ങളാണെങ്കിൽ വില ഇനിയും കൂടും. ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിച്ചതാണ് സ്വർണ്ണവില കുറയാനുള്ള ഒരു കാരണം. 88 രൂപയിലേക്ക് അടുത്തിരുന്ന കറൻസി ഇപ്പോൾ 86.50 കരുത്ത് വർദ്ധിപ്പിച്ചു. രൂപ ഇനിയും കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില വീണ്ടും കുറയും. എങ്കിലും വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല. ഡോളർ സൂചിക 108-ലാണുള്ളത്. ഡോളർ കരുത്ത് കൂട്ടിയാലും സ്വർണ്ണവില കുറയും. ഇന്ന് ഡോളർ കരുത്തു കൂടുന്നു എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. അതേസമയം ആഗോള സാമ്പത്തിക, രാഷ്ട്രീയ, വ്യാപാര സാഹചര്യം അത്ര സന്തോഷം നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ വിപണിയിൽ ആശങ്ക നീങ്ങിയിട്ടില്ല. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $2,889 പുതിയ നിരക്ക്. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ മാറ്റം വന്നേക്കും. വൻതോതിൽ വില ഉയർന്ന ശേഷം ഇതുപോലെ ഇടിഞ്ഞ സാഹചര്യം മുൻപും സ്വർണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം ആവർത്തിക്കുമോ എന്ന സംശയവും വിപണിയിൽ ബലപ്പെട്ടു വരികയാണ്. പഴയ ഒരു പവൻ സ്വർണം വിൽക്കുന്നവർക്ക് ഇന്ന് 1,300-നും 2,600-നും ഇടയിലുള്ള സംഖ്യ കുറിച്ചുള്ള തുക ലഭിക്കും. അതേസമയം ബിറ്റ്കോയിൻ വില ഇടിയുന്നു എന്നാണ് പുതിയ വിവരം. $95,000 കൂപ്പുകുത്തിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലും ഇടിവ് വന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $76 പുതിയ നിരക്ക്.